നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. ഈ ലോകത്തിൽ പലവിധമായ പ്രയാസ പ്രതികൂലങ്ങൾ മധ്യത്തിൽ ഞങ്ങളെ അതിനെ അതിജീവിക്കുവാൻ സ്വർഗീയമായ കൃപകൾ നീ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ, നിരാശകളെ അതിജീവിക്കുവാൻ, രോഗങ്ങളെ അതിജീവിക്കുവാൻ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാൻ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ അവിടുത്തെ വലിയ കൃപ തന്നു ഞങ്ങളെ നടത്തി. ഞങ്ങൾ കാണുപോകാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ വീണുപോകാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഞങ്ങൾ വീണുപോകാതെ ഇന്ന് ധൈര്യത്തോട് സ്വർഗീയ സിംഹാസനത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബലത്തിനായി, പ്രത്യാശയ്ക്കായി, പ്രാഗൽഭ്യത്തിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും കർത്താവേ, ഞങ്ങൾ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ പ്രാരംഭമായി ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ കൂടി കേട്ടതുപോലെ ഞങ്ങളുടെ മനോഭാവങ്ങൾ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകടനങ്ങൾ, ഞങ്ങളുടെ ജീവിത രീതികളെല്ലാം ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ആരംഭത്തിൽ തന്നെ ദൈവസന്നിധി ശോധന ചെയ്ത് ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വ്യർത്ഥമായി നിന്നെ ആരാധിക്കുന്നവരായി തീരുന്നതല്ല, ഞങ്ങൾ വ്യർത്ഥമായി ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നവരാകുവാനല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ജീവിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ സകലതും നിയന്ത്രിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ബിൻസിയും സിസ്റ്റർ വർഷയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആരാധന ലീഡ് ചെയ്യുവാനും കർത്താവേ, ഈ ആരാധന ഞങ്ങൾ ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ വായിക്കുകയും ദൈവവചനത്തിൽ കൂടി കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെ സകലതും നിയന്ത്രിക്കണം. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യവസാനത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തുന്നുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാൻ വാഴ്ത്തുവാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി നമുക്ക് സ്തുതിക്കാം. സങ്കീർത്തനം 68:19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളിൽ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ പാട്ടുകാരോട് ചേർന്ന് നമുക്കും പാടി സ്തുതിക്കാം. Even
വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. But
കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്റെ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എന്റെ കർത്താവേ. പ്രിയ മക്കളെ, ഇന്ന് പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കാമോ? ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ചെങ്കടൽ സമാനമായ, മരുഭൂ സമാനമായ, തീച്ചൂളയ്ക്ക് സമാനമായ ഏതെങ്കിലും അനുഭവത്തിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ആയിരിപ്പുണ്ടെങ്കിൽ അല്പസമയം നമുക്ക് ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ചെങ്കടൽ സമാനമായ വിഷയങ്ങളെ അവരവർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ആ വിഷയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചാട്ടെ. അല്പനിമിഷം ശബ്ദമുയർത്തി നമുക്ക് ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന ചെങ്കടലിന്റെ സമാനമായ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മരുഭൂ സമാനമായ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തീച്ചൂളയ്ക്ക് സമാനമായ അനുഭവങ്ങളെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ലായിരിക്കും. എന്റെ ഭാര്യയ്ക്കോ, എന്റെ ഭർത്താവിനോ, എന്റെ കുഞ്ഞുങ്ങൾക്കോ, എന്റെ സുഹൃത്തുക്കൾക്കോ എന്റെ വിഷയത്തെ, ഞാൻ കടന്നു പോകുന്ന ഈ അനുഭവങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയില്ലായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ കാണുന്നു വിശ്വാസത്താൽ എന്റെ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആ വിഷയത്തെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങളെ ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഭാരങ്ങൾ, വിഷയങ്ങൾ ഏതുമാകട്ടെ, ഏതു പ്രതിസന്ധികളാകട്ടെ, കടഭാരമാകട്ടെ, രോഗമാകട്ടെ, വിഷയങ്ങളാകട്ടെ, അപ്പാ എന്ത് അഡിക്ഷൻസ് ആകട്ടെ, എന്താണെങ്കിലും കടന്നു പോകുന്ന വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സ്വർഗത്തിലെ അപ്പൻ അതറിയുന്നു. ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, ഈ ആരാധനയെങ്കിൽ അത് കർത്താവേ തകർന്നു വീഴും. ഈ ആരാധനയിൽ ആ ചെങ്കടലിലും അറ്റത്തിലൂടെ വഴിയൊരുക്കും. ഈ ആരാധനയിൽ എരിഹോ സമാനമായ വിഷയം ഞങ്ങളുടെ മുൻപിൽ തകർന്നു വീഴും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥലങ്ങളിൽ ഇരിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇത്രത്തോളം ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആരാധനയിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മ സാന്നിധ്യം അവൻ നമ്മുടെ ആരാധനയിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വചന ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ സംസാരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം തൊടേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതിന്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വർഷിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിയോഗിക്കപ്പെട്ട 1-2 പേർക്ക് ഇപ്പൊ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൃപ കൊണ്ടുണ്ടായിരിക്കുമാറാണ് കർത്താവ്. അപ്പച്ചന്റെ കൃപയും സാന്നിധ്യ ശക്തി മേലുണ്ടായിരിക്കുമാറാകണേ കർത്താവേ. ഹല്ലേലൂയ. കേൾക്കുന്നവരും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഞങ്ങളുടെ കണ്ണീരിനെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ മനസ്സറിയുന്ന ദൈവമാണല്ലോ കർത്താവെ. അങ്ങനെ പൊന്നുകരങ്ങൾ കർത്താവെ പൂർണ്ണമായി അറിയുന്ന ഓരോ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ബലം കൂടി ഉണ്ടായിരിക്കുമാറാണ് കർത്താവെ.
ഒരു അന്യമായ സഭായോഗം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. പാടുവാനുള്ള കൃപ തന്നുവല്ലോ കർത്താവെ. ഹല്ലേലൂയ. കൃപ കൊണ്ടുണ്ടായിരിക്കുവാൻ ഓരോ പാട്ടുകൾ പാടുമ്പോൾ കർത്താവെ യേശുവിനെ ഏറ്റവും നല്ലതായി പാടുവാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ കർത്താവെ. ഏറ്റവും കൂടുതൽ കർത്താവ് ഒരു ആത്മീയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അത് തരണമേ കർത്താവെ. അപ്പച്ച ഓരോ പാട്ടുകളും കർത്താവ് അറിയുന്നുവല്ലോ കർത്താവ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങൾ അറിയുന്നുവല്ലോ കർത്താവെ. അപ്പച്ച ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപ കൂടുണ്ടായിരിക്കുമാറാണ് കർത്താവ്. ബലം കൂടുണ്ടായിരിക്കുമാറാണ്. ശക്തി കൂടുണ്ടായിരിക്കുമാറാണ് കർത്താവ്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. രോഗങ്ങളിലും ഭാരങ്ങളും കൂടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ കർത്താവ്. അങ്ങനെ പൊന്നുകരം തുടയണമേ കർത്താവ്. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവെ. കർത്താവ് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ. രാത്രിയാമങ്ങൾ കവിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ കർത്താവെ. സ്വർഗം തുറക്കണമേ. നാലായാമങ്ങൾ കർത്താവെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവെ. ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അത് പറയാൻ പറ്റാത്ത അവസ്ഥകൾ കർത്താവിടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ കർത്താവ്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. ഞങ്ങളുടെ ചർച്ചിന്റെ ഓരോ വിഷയം അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. ഞങ്ങളുടെ വിശ്വാസങ്ങളുടെ ഓരോ വിഷയം അറിയുന്ന ദൈവമാണല്ലോ കർത്താവ്. ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവ്. ദയ തോന്നണമേ കർത്താവ്. ഇന്നത്തെ സഭയോഗത്തിന് അന്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപയോടുണ്ടായിരിക്കുമാർ കർത്താവയുടെ കൂട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പാട്ടുപാടാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. നല്ലൊരു അനുഗ്രഹമായ മെസ്സേജ് കേൾക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Lord Jesus, for getting us all of us here together, Lord Jesus. Thank you, Lord Jesus, for this fellowship that we share all together, Lord God. Thank you, Lord Jesus, that we get to come and to worship you in freedom and in spirit, Lord Jesus. I pray for Pastor Justin, Lord God, that he's going to speak on your word, Lord God. I pray that you would empower him through the power of your Holy Spirit, Lord Jesus. I pray that you, Lord God, that you would use him as your mouthpiece, Lord God, Lord Jesus. I pray that you would empower him through the power of your Holy Spirit, Lord Jesus. Pray that whatever word comes out of his mouth, Lord Jesus, would be applied to our hearts, and we would live through these words being blessed and being empowered by the Holy Spirit, Lord Jesus. I pray for your Holy Spirit and your presence to fill this place, Lord God, and to fill your people, Lord Jesus, Lord God, Lord above all, Lord Jesus. I pray that we won't go out these doors the same way we came, Lord Jesus, but Lord God, being transformed by your Holy Spirit, Lord Jesus, above all, Lord God. Thank you, Jesus, for this freedom that we have to worship you and to give you praise and honor, Lord God, Lord Jesus, above all, Lord God. I pray that, Lord God, whatever we do in our daily lives, Lord Jesus, I pray that you would bring you glory and honor and praise, Lord Jesus, Lord God. Lord Jesus, every breath that we take, Lord Jesus, pray that you would rise to bring you praise, Lord Jesus, above all, Lord God. Lord Jesus, everything that we do, Lord Jesus, I pray the way that we live, our habits, or whatever it is, Lord Jesus, I pray that we direct to the cross, Lord Jesus, above all, Lord God. Thank you, Jesus, for the cross. Thank you, Jesus, for your body that was broken for us, Lord Jesus. Thank you, Lord Jesus, for every single drop of your blood that was shed for us, Lord God, Lord Jesus. Thank you, Lord Jesus, for the ultimate sacrifice, Lord Jesus. Thank you, Lord Jesus, that you became a sinner so that we will be made righteous, Lord God. Thank you, Lord Jesus, for your beautiful love that was displayed on the cross, Lord Jesus. We love you, Lord, our Father. We love you, and thank you that you love us even more than we could ever think or imagine, our Father, Lord Jesus. In Jesus' precious, powerful, mighty name, the blood of Jesus Christ, we pray. Amen. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ കടന്നു വരുന്നു. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നല്ലോ. തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷകളിൽ എല്ലാത്തിലും ദൈവമേ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 39ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalm 39, 39ാമത്തെ സങ്കീർത്തനം. Praise God. Hallelujah. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു.
ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. അടുത്ത വാക്ക് നമുക്ക് ചേർന്ന് വായിക്കാൻ. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെയാകുമുണ്ട് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. നമുക്ക് വായിച്ചു കേട്ട സങ്കീർത്തനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് മനുഷ്യ ജീവിതം വളരെ ടെമ്പററായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞത് എത്രയോ വലിയ ഭാഗ്യമാണ്. ആ വലിയ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകൾ എന്ത് എന്ന് ഞങ്ങളെ കർത്താവിന്റെ വചനത്തിൽ കൂടി ഓർപ്പിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായി, ഞങ്ങളുടെ ദേഹത്തെ, ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ദേഹിയെ കർത്താവിന്റെ സന്നദ്ധിയിൽ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ആരാധനയിൽ നീ ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണം. നീ ഞങ്ങളെ കർത്താവെ ചില തീരുമാനങ്ങളിലേക്ക്, രൂപാന്തരങ്ങളിലേക്ക് നയിക്കണം. ഞങ്ങളെ ആത്മീയമായി ഉണർത്തുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Please be seated in the presence of the Lord. നമുക്ക് എല്ലാവർക്കും വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം കൂടി നമുക്ക് ദാനം ചെയ്തു. എത്രയും വിലപ്പെട്ട സമയങ്ങളാണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സമയങ്ങൾ. നമുക്ക് നമ്മുടെ ടൈം we can spend any way we want to. There's a lot of choices, lot of options. But the best time എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെലവഴിക്കുന്ന സമയമാണ്. യഹോവയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ഇന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന നമ്മുടെ റെഗുലർ മെമ്പേഴ്സിനെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for all of you and for the prayers and for everything that you do. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ഒക്കെ ഞാൻ അതൊന്നും ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. But you all are doing a lot of things for the Lord. I thank God for that. Even here there was meeting and lots of people were here. Thank God for all the work everybody is doing, small or great. We all contribute into the kingdom work of God. ദൈവം അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We have our brother Shibu back with us today, and we thank God for you, and we welcome you once again to this church, and we love you, and we thank you for coming. And we also have our Hannah, Sarah, and Nathan. They are not new to us. They've been with us. They have visited us several times before. We thank you for choosing to be here with us and worshiping the Lord here in this church. And I know we have 2 birthdays. We already took care of it last week. We have 2 birthdays that happened this week. And one is our Sister Elsie, who is in India. We prayed for her on Wednesday night. She was online, and we prayed for her. And David has a birthday this week, but we had his celebration last Sunday. So we wanted to once again wish both of them a very blessed year ahead of them. ഇന്ന് നമുക്ക് തുടർന്നുള്ള സമയങ്ങൾ വളരെ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. So I'm not taking a lot of time here. നമുക്ക് we're going to have our English praise and worship
following that English praise and worship, we have a very famous speaker here, and Bhavina Mall is going to speak to us the English message, and she's becoming famous. Even our bishop noticed her, and that is good. So she's going to be speaking to us. We'll be praying for you. We are delighted that you are taking the interest in God's work, and may God bless you. And following that, after the message, our Wilson brother is going to sing the offering song, and then we'll take the offering, and then he will pray. And following that, our pastor Justin is going to bring the main message, and may God bless all of us throughout this worship service. Praise the Lord. Let's all thank God for a second. Hallelujah. We praise you, Jesus. Hallelujah. Let's all raise our hands and praise our God. Hallelujah. Hallelujah. Melina said today that as Christians we're doing a walk like babies, right? We fall down, but we still have to get up. As Christians, what we need to do is like have that gratitude. Because there are many times that we fell down, but God still, He showed His love and He showed His mercy towards us. So let's all praise our God. Hallelujah. Get up and praise the Lord.
He is God. He can do anything He wishes as He pleases. And when He was on that cross, He could have called angels to take Him off that cross, but it wasn't the nails that held Him to the cross. It was His love for us, for our freedom, our salvation, to be free from the darkness and grasp of sin. Let's focus on that love that He has for us, that reckless love that was shed. His blood is shed for us, so we can have freedom. Before I spoke a word, you were singing over me. You were being so good to me. Before I took a breath, you breathed your life in me. You were being so kind to me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, waves that I deny. I couldn't turn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love of God. When I was your foe, still your love fought for me. You have been so good to me. When I felt no worth, you paid it all for me. You have been so kind to me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down, fights till I'm found, leaves and I deny. I couldn't earn it, I don't deserve it, still you give yourself away. Oh, the overwhelming, never-ending, reckless love of God. No shadow you won't light up, mountains you won't climb up, coming after me. No wall you won't kick down, light you won't tear down, coming after me. There's no shadow you won't light up, mountain you won't climb up, coming after me. No wall you won't kick down, light you won't tear down, coming after me. No shadow you won't light up, mountain you won't climb up, coming after me. No wall you won't kick down, light you won't tear down, coming after me. No shadow you won't light up, mountain you won't climb up, coming after me. No wall you won't kick down, light you won't tear down, coming after me. Oh, the overwhelming, never-ending, reckless love of God. Oh, it chases me down,
that this word will touch you, but today I want to talk about how in the last days there are going to be more and more wars, right? That's what we heard in the Bible. But what about the war between the flesh and the spirit? Hello? What about the war between the flesh and the spirit? So I want to take you guys to Ephesians chapter 6, verse 12, where it says, for our struggle is not against flesh and blood, but against the rulers, against the authorities, against the powers of this dark world, and against our spiritual forces of evil in the heavenly realms. So our true battle is not just physical. It's not just against war, just against countries and countries, cities and cities, but it's also against the devil and us. It's against our flesh and our spiritual. So we need to recognize that. And now, quickly, I want to take you to Galatians chapter 5, verse 17, where it says, for the flesh... Galatians chapter 5, verse 17. All right, where it says, for the flesh desires what is contrary to the spirit, and the spirit what is contrary to the flesh. They are in conflict with each other, so that you are not to do whatever you want. All right, so this verse here clearly states that the spirit and the flesh are in continual conflict, right? Now, I want you guys to recognize something. Whatever you feed will grow. What you consume is what you become. If you want your spirit to grow stronger, then you have to feed it. What do you consume? The word of God, right? And now, in order for the spirit to thrive, the flesh has to die. So, I want to quickly take you to Galatians chapter 5, verse 24. Just a few verses down. And on the next slide, okay. Those who belong to Christ Jesus have crucified the flesh with its passions and desires. All right, our flesh's desires, if not put to death, will grow and conceive to sin. Now, what are the wages of sin? Death, right? What do tombs hold? Death. Jesus didn't leave the tomb just for you to stay in it, right? So, Christ can overcome death so that we may have eternal life with Him. Amen. Don't let sin hold you down. Don't let sin have death over you, because my God has risen for each and every one of us so that we can come out of that grave and live for Him. All right, now, Colossians chapter 3, verse 5, where it says, put to death, therefore, whatever belongs to your earthly nature, sexual immorality, your earthly nature, immorality, impurity, lust, evil desires, and greed, which is adultery. All right, so all these things right here, they eventually lead to death and brokenness in others and in ourselves. Now, when it says, put it to death, kill it. Don't just cut it off partially. Because think about when you cut off the tails of snakes or lizards. The snake and the lizard are still alive, and the tail will grow back. So that is why with sin, we do not partially cut it off, we kill it, right? Do not allow anything to get rid of it completely, all right? Get rid of anything that will cause you to fall back into that sin as well. Don't get rid of the sin itself, get rid of every temptation that would cause you to fall back into that. Now, you can't have the pleasures of heaven without sacrificing the pleasures of this world. Now, I want you to remember one thing about hell. Hell is not full of bad people. It's full of unrepentant people. It's full of people who did not sacrifice the pleasures of this world. So this is why we have to recognize the pleasures of this world and cut it off. That is why
wasn't this dark. Now, yes, evil and sin, it did belong back then, like it was there back then, but now it's so much more like unashamed of itself, right? And so that is why every time we see a temptation, we have to take that invitation to lean more on Christ and to rely more on Him. So that is my encouragement. Let the Lord be your rock, and He will train you up. Recognize that there is a warfare between flesh and spirit, and grow your spirit stronger so that your flesh does not win. And I pray that this will stick in your hearts. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ തന്നിടുവാൻ അധികമില്ല ഇനിയും നാളുകൾ നമ്മുടെ ആദികൾ കൊടുത്തിടുവാൻ ആളുകൾ പാടി ചെയ്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആരാധിക്കാനുള്ള സമയത്ത് സ്വപ്രാഴ്ച പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ നൂറിടുവാൻ വരും
ഇനിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ആ ഉറപ്പുള്ള ദൈവമക്കള് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. പല സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് പറയും നമ്മളെ നല്ല ബൈബിൾ സ്റ്റഡി നമുക്ക് തന്നു. വിശ്വാസം എന്നത് ആളിലെ പ്രവൃത്തി കൂടാതെ അത് ചെയ്യുവാൻ കഴിയില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നല്ല പാട്ടുകൾ പാടി കർത്താവിനെ ഞങ്ങൾ ആരാധിച്ചു. ആരാധനയിൽ വിടുതലുള്ള ദൈവമക്കളെ, ആരാധനയിൽ ബന്ധനമഴിയും, ആരാധനയിൽ കെട്ടുകളഴിയും. നാം ഒരുമിച്ച് ആർപ്പിട്ടാൽ യെരിഹോവിന്റെ മതിലുകൾ തകർന്നു വീഴും. ആമേൻ. നാം ഒരുമിച്ച് ആർപ്പിട്ടാൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നമുക്കെതിരെ സാത്താൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും നസ്രനായ യേശുവിന്റെ നാമത്തിൽ നാം അഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ആ അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. രാവിലെ നമുക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് നമ്മുടെ പ്രാഗൽഭ്യം ദൈവം തന്നല്ലോ. ലോകത്തിൽ വല്ലാത്ത കാലഘട്ടത്തിലായിരിക്കുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന കാലഘട്ടം. എന്നാൽ ദൈവമക്കളാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണപ്പനിയെ വരുവാൻ സമയമായി. നാം കൈവിടപ്പെട്ടു പോകരുത്. നാം കൈവിടപ്പെട്ടു പോകരുത്. നാം കൈവിടപ്പെട്ടു പോകരുത്. നിത്യതയുടെ തീർത്ത് നാം കാണുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ. കടം വരുവാൻ തക്കവണ്ണം അറിയാമെന്ന് നമുക്കിടയാക്കില്ല. ഈ ചർച്ചിന് നിങ്ങളുടെ കടമ്പറക്കാലങ്ങളിൽ വധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചർച്ചിന്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരണം. ആമേൻ. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളായി ഓരോ ആരാധനയും തീരണം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ രോഗികൾ വിടിവിക്കപ്പെടണം. ആമേൻ. ഇവിടെ പാപികൾ മാനസാന്തരപ്പെടണം. ഇവിടെ പുതിയ സ്നാനങ്ങൾ നടക്കണം. അതിന് ആഗ്രഹമുള്ളവര് ശബ്ദമുയർത്തി അടങ്ങിയിരിക്കരുത്. നമുക്ക് ആർപ്പിടുവാനുള്ള സമയമാണ്. നാളെ നമുക്ക് ഇത് കിട്ടുമോന്ന് അറിയുകയില്ല. ഇന്ന് വൽക്കാലം നമുക്ക് നമ്മൾ കേട്ടതുപോലെ ആ നാവിന്റെ ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്. നാവ് ഒരു തീയാണ്. അത് ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വൽക്കാലം ആ നാവുകളുടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് കർത്താവ് നമുക്ക് ഈ പ്രഭാതം ഇടയാക്കിയല്ലോ. ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാം. രോഗികളായ പാലക്കുന്നവരെ ഓർക്കാം. ആമേൻ. ശേഷമുള്ള ആമേൻ വചന ശുശ്രൂഷയും വഹിച്ചെന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവം, ഓരോ നാളും എന്റെ പാടം ചോദിക്കുന്ന ദൈവം, ഞാൻ ഭാരപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ എന്റെ അരികെ വന്ന് എന്നോട് പറയും, ഞാൻ നിന്റെ കൂടെ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അതാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ഞങ്ങൾ കണ്ണുനീരില്ലാഞ്ഞിട്ടല്ല, വേദനയില്ലാഞ്ഞിട്ടല്ല, ദുഃഖമില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന്റെ കരുതലാണ് അവൻ എന്നെ ഉള്ള കരുത്തിൽ വായിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാവിലെ നിങ്ങൾ വീണ്ടും സ്തുതിക്കുന്നത് ഈ ചർച്ചനെ ഈ യാദൃശികമായി തുടങ്ങിയ ഒരു ചർച്ച അനേകര് ഇവിടെ കടന്നു വരും. ഈ ചർച്ചയിൽ അതിന്റെ വരും ദിവസങ്ങളിൽ അനേക സ്നാനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും അതിനായി ഉപയോഗിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ഞങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് കാലം അതിനായി ഞങ്ങളെ ഒരുക്കുന്നത് നിങ്ങളുടെ രണ്ട് ദൈവദാസന്മാരെ കുടുംബമായി പ്രത്യേകിച്ച് ഈ ചർച്ചയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്നത് തന്റെ മകനെ കൊടുത്ത കാഴ്ചപ്പാട്, ആ ദർശനം, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പാ ഈ ദിവസങ്ങളിൽ അധികം വർദ്ധിക്കുവാൻ ദൈവം കൃപ ചെയ്യുവാനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്ററുമായി ഓർക്കുന്നു തന്റെ മകനെയും കൂടെ ആ മക്കളുടെ സഭകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി കർത്താവേ അതിന്റെ എല്ലാ അവസാനത്തെ ഒരു രൂപ പോലും കർത്താവിന്റെ നാമത്തിന്റെ ഹല്ലേലൂയ രാജ്യത്തിന്റെ കെട്ടുപിടിക്കാൻ ഉപയോഗിച്ച് കൃപ ചെയ്യണം. ശേഷമുള്ള ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ വചനഘോഷത്തിൽ സാന്നിധ്യത്തിലാകണം. ഞങ്ങളെ ഉടയിൽ കൂടി കർത്താവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ദൈവവേദനയോടെ ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ഇവിടെ കേൾക്കപ്പെടുന്നവർക്ക് അവർക്ക് ജീവനും ചൈതന്യവുമായി തീരുവാൻ, അസ്ഥികൾക്ക് ശക്തിമുതലായി തീരുവാൻ, അവരെ കണ്ണുനീരിൽ തുറയ്ക്കുന്ന ദിനമാക്കി മാറ്റുവാൻ കർത്താവേ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരുമിച്ച് ഇവിടെ അനുഗ്രഹിക്കണം. കൃപയും പൊതിയും പ്രാർത്ഥന കടന്നുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്തുതി. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ പാടിയത് ഇങ്ങനെയാണ്: കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. നാം ഇന്ന് കാണുന്ന ഈ യുഗം, ബൈബിൾ പ്രവചനങ്ങളെ നാം നോക്കുമ്പോൾ നമുക്കറിയാം അതതിന്റെ അന്ത്യത്തിലേക്ക് എത്തുന്ന അന്ത്യനാളുകളിൽ എത്തിക്കഴിഞ്ഞു. ഭവിൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ സംസാരിച്ചു, പൊളിറ്റിക്കൽ വാഴ്സ് കൂടുന്നതിനോടൊപ്പം സ്പിരിച്വൽ വാഴ്സും ഈ ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേ ഞാൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താണ് ഈ ആഴ്ച ഞാൻ ദൈവസന്നിധിയിൽ സംസാരിക്കേണ്ടത്? ദൈവം എനിക്ക് പറഞ്ഞു തന്ന വാക്ക് ഇതാണ്: rebuild your broken walls. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ നമുക്ക് ചുറ്റും പെരുകുന്നത് നാം കാണുമ്പോൾ, പൊളിറ്റിക്കൽ വാഴ്സിനോടൊപ്പം സ്പിരിച്വൽ വാഴ്സും നമ്മുടെ ഇടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോടും ദൈവസഭയോടും വ്യക്തി ജീവിതങ്ങളോടും പറയാനുള്ളത്: rebuild your spiritual, rebuild your broken walls. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അല്പസമയം ഞങ്ങളുടെ വചനവുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവേ, ഈ വചനം ചുമ്മാ ഞങ്ങൾ കേട്ട് തള്ളിക്കളയുന്ന ഒരു വചനമായിട്ടല്ല, ഇത് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും ദേശത്തെയും പരിവർത്തനം ചെയ്യുന്ന വചനമാക്കി ദൈവവാക്കുന്നു. സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ച വാക്ക് റീബിൽഡ് യുവർ ബ്രോക്കൺ വാൾസ്. വചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത ഒരു വിഷൻ ആയിരുന്നു ഇടിഞ്ഞു കിടക്കുന്ന ഒരു മതില് പണിതെടുക്കാൻ. ദൈവം നെഹമ്യാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആ ചരിത്രം നാം നോക്കുമ്പോൾ നമുക്കറിയാം, ജൂയിഷ് അവരുടെ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം, when they came back from the Babylonian captivity, all the Jerusalem, the walls were destroyed, the temple were destroyed, and we can see the city gates were destroyed. And looking at this situation, നെഹമ്യാവിനോട് ദൈവം പറയുന്ന ഒരു വിഷനാണ്, അവന്റെ ഉള്ളിലുള്ള ഒരു ആത്മഭാരമാണ് നാം വായിച്ചത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, rebuild the broken walls of the city. നമുക്കറിയാം, തിരിച്ചു കടന്നു വന്നപ്പോൾ ദൈവം പല വ്യക്തികളെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. സെരുബാബേലിനെ നമ്മൾ കാണുന്നു. ദൈവം സെരുബാബേലിന് ഒരു വിഷൻ കൊടുത്തു, റീബിൽഡ് ദ ടെമ്പിൾ. അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ ദൈവം സെരുബാബേലിനെ വിളിച്ചു. എസ്രയെ ദൈവം വിളിച്ചു. എന്തിനാ? ടു റീബിൽഡ്, ടു റീഎസ്റ്റാബ്ലിഷ് ദ ലോ. എന്നാൽ നെഹമ്യാവിനെ ദൈവം വിളിച്ചത് ടു റീബിൽഡ് ദ ബ്രോക്കൺ വാൾസ്. പ്രിയ ദൈവമക്കളെ, ഒരു ബ്രോക്കൺ വാൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലെ ബ്രോക്കൺ വാൾസ്? When we look into our life, when we take a spiritual meaning from this, what does it mean by a broken wall? What does it mean by wall? നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശുദ്ധി എന്ന ഒരു മതിൽ, ഒരു ആത്മീക ഒരു ദൈവ പൈതലിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരു ആത്മീകമായ മതിൽ, വിശുദ്ധിയുടെ ഒരു മതിൽ, വേർപാടിന്റെ ഒരു മതിൽ. എന്നാൽ ഈ ക്യാപ്റ്റിവിറ്റിക്ക് ശേഷം തിരിച്ചു വരുന്ന നെഹമ്യാവിന് ആ മതിൽ കാണാൻ കഴിയാതെ വിശുദ്ധിയുടെ വേർപാടിന്റെ ഒരു നടുമതിൽ ഇടിഞ്ഞു കിടക്കുന്നതാണ് നെഹമ്യാവ് കണ്ടത്. നെഹമ്യാവിന് ദൈവം ഒരു മിഷൻ കൊടുത്തു, റീബിൽഡ് ദ ബ്രോക്കൺ വാൾസ്. പ്രിയ ദൈവമക്കളെ, ഭവിന പറഞ്ഞ പോലെ ഈ ഒരു സ്പിരിച്വൽ വാഴ്സിന്റെ ഒരു കാലഘട്ടത്തിൽ ദൈവസഭയോടും നമ്മൾക്കും ദൈവത്തിന്റെ ഈ വചനത്തിന് എന്താ പറയാനുള്ളത്? റീബിൽഡ് യുവർ ബ്രോക്കൺ വാൾസ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും മേഖലകൾ, നമ്മുടെ ആത്മമണ്ഡലത്തിലേക്ക് ശത്രുവിന് ഇടിച്ചു കയറാൻ കഴിയുന്ന
ഏതെങ്കിലും മതിലുകളോ വാതിലുകളോ തുറന്നു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ഫസ്റ്റ് ഗോ ആൻഡ് റീബിൽഡ് ദ ബ്രോക്കൺ വാൾസ്. ദൈവസഭകൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുകൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, റീബിൽഡ് യുവർ ബ്രോക്കൺ വാൾസ്. ദൈവത്തിന് അകന്നു പോകുന്ന രാജ്യത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, റീബിൽഡ് യുവർ ബ്രോക്കൺ വാൾസ്. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ. ആമേൻ. അപ്പൊ നെഹമ്യാവ് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം കണ്ടിട്ട് എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്തതെന്നാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഞാൻ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാം. So it was when I heard these words. എന്താ? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം യാഗപീഠമല്ല, മതില് പണിയണമെന്ന് നെഹമ്യാവ് കേട്ടപ്പോൾ, so it was when I heard these words that I sat down, I wept, I mourned for many days. I was fasting and praying before the God of heaven. ഒരു ദൈവ പൈതൽ ഇടിഞ്ഞു കിടക്കുന്ന മതില് കണ്ടപ്പോൾ ഒരു ദൈവ പൈതലിന്റെ റെസ്പോൺസ് ആണ് നാം ഇവിടെ വായിച്ചത്. ഓടിച്ചെന്ന് മതില് പണിയാനായിട്ട് അവൻ ഓടിച്ചെല്ലുവല്ല ചെയ്തത്. അതിനു മുൻപ് അവൻ ചില പ്രിക്കോഷൻസ് എടുത്തു. ഫസ്റ്റ്, he sat down before God. If there is anything in our life, in our personal life, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, മറ്റൊരുവനിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഇന്ന് ഈ മെസ്സേജിന്റെ ത്രൂ ഔട്ട് അത് നമുക്ക് ചിന്തിക്കാം. എന്താണ് എന്റെ ജീവിതത്തിലെ ഇടിഞ്ഞു കിടക്കുന്ന മതില്? Is there anything in my life that I'm still striving to get rid of? It can be an addiction, it can be anything. എന്തെങ്കിലും ഒന്ന് എന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു മതിലുണ്ടോ? Where the devil can easily get into my life and take a foothold in my life. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അതൊന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിൽ നെഹമ്യാവിനോടൊപ്പം നമുക്കൊന്ന് സഞ്ചരിക്കാം. If there is something like that, നെഹമ്യാവ് ആദ്യം ചെല്ലുന്നത്, he sat before God. ആ ബലഹീനത അല്ലെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന മേഖല എന്താണോ അതിനെയുമായി ദൈവസന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചെല്ലാം. അവൻ നെഹമ്യാവ് ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് ദൈവസന്നിധിയിൽ അവൻ ആ വിഷയത്തെ പകർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? He wept. അതിലിങ്ങനെ ആ ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, he cried with the flowing tears. ഒരു സൈലന്റ് ക്രൈ അല്ലായിരുന്നു. അവൻ പൊട്ടി നിലവിളിച്ചു ദൈവസന്നിധിയിലെ കണ്ണുനീരോടുകൂടി. ആ ഇടിഞ്ഞു കിടക്കുന്ന വിഷയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിയിട്ട്, can we weep today before God? ആമേൻ. നമുക്ക് നേരിടാൻ കഴിയാത്ത ആ പ്രയാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് can we weep before the God today? എന്നിട്ട് നെഹമ്യാവ് എന്ത് ചെയ്തു? He mourned. Then he fasted. Fasting എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, fasting is the time, the season that we nest with God. Fasting is the time that we nest with God. നമുക്കറിയാം, ഒരു പക്ഷി മുട്ടയിടുന്നതിന് മുൻപ്, before they lay their eggs, a bird will create a nest. For what? A bird is preparing a special time, a bird is preparing for a precious nest to spend a season of time for his special one. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പുതിയ തലമുറയോടുകൂടി ഒരു സീസൺ ഓഫ് ടൈം ചെലവിടാൻ വേണ്ടി താൻ വളരെ പ്രത്യേകതകളോടുകൂടി അവൻ ഉണ്ടാക്കുന്ന ഒന്നാണ് നെസ്റ്റ്. And the fasting is similar kind of time where we are nesting with God, where we are preparing for something greater. നെഹമ്യാവ് ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം അവനെ വിളിച്ചു. ഒരു വിഷൻ, ഒരു മിഷൻ ദൈവം കാണിച്ചു കൊടുത്തു. മോനെ, ഇതാ നിന്റെ മതിലുകൾ ഇതാ പൊളിഞ്ഞു കിടക്കുന്നു. Go and build it. ആ വലിയൊരു മിനിസ്ട്രിക്ക് മുൻപ് നെഹമ്യാവ് ചെന്ന ദൈവസന്നിധിയിൽ he is nesting with God, preparing himself for a season which is a very special season. അവിടെ ഉപവാസത്തോടു കൂടി നെഹമ്യാവ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ശക്തി തരണമേ, കർത്താവേ എനിക്ക് ബലം തരണമേ.
എന്റെ കഴിവ് കൊണ്ട് ഇടിഞ്ഞു കിടക്കുന്ന ഈ മതിലുകളെ പണിയാൻ എനിക്ക് കഴിയത്തില്ല. This is a very huge task. But I need the strength from the above. For that I'm praying. നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മാത്രമാണോ, he confessed his sins. അവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കി നിന്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുണ്ട് അതുകൊണ്ടാണ് ഇത് മറന്നു വീണേ. No, I sinned, my father sinned, all my family has sinned, all the city, all the Israel has sinned. ദൈവസന്നിധിയിൽ എല്ലാവരുടെയും തന്റെയും കുടുംബത്തിന്റെയും ദേശത്തിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് നെഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. And then അവൻ ദൈവത്തെ കുറ്റം പറയുന്നില്ല. കർത്താവേ, നീ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, മതിലേക്ക് ഇങ്ങനെ പൊളിഞ്ഞു വീണത് നീ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ? No, he is not blaming. പക്ഷെ ദൈവം നെഹമ്യാവ് പറയുന്നത് എങ്ങനെയാണ്? He is admitting his sins. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവത്തിന്റെ covenant ഉള്ളത് ആർക്ക് വേണ്ടിയാ? Covenant and mercy is just for those who love you and observe your commandments. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവവും ജനവുമായുള്ള കവനന്റ് ഉള്ളത്. ഈ കവനിൽ നിന്ന് എന്റെ ജീവിതത്തിലെ തെറ്റുകൊണ്ട്, എന്റെ കുടുംബത്തിന്റെ തെറ്റുകൊണ്ട്, എന്റെ ദേശത്തിന്റെ തെറ്റുകൊണ്ട് ഞാൻ കവനന്റിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് കർത്താവേ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഒരു നെഹമ്യാവ് ചെന്ന് ദൈവസന്നിധിയിൽ പറയുക, കർത്താവേ എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. അവൻ ഉപവസിച്ച് ദൈവത്തോട് നെക്സ്റ്റ് ചെയ്ത് ഒരു സീസൺ ഓഫ് ടൈം ദൈവവുമായി സ്പെൻഡ് ചെയ്തിട്ട് ദൈവത്തോട് പറയുക, എന്റെ പാപത്തെ ക്ഷമിക്കണമേ. അവൻ എന്റെ ആർക്കാ ഉള്ളത്? ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിനെ അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കവനന്റ് ഉണ്ട്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഭവിനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇന്ന് പലരും പ്രോസ്പെരിറ്റി തിയോളജിയുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ തലമുറകൾ ദൈവവചനത്തിലേക്കും ദൈവവചന സത്യത്തിലേക്കും മടങ്ങി വരുന്നു എന്ന് കാണുന്നത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രോസ്പെരിറ്റി വചനത്തിലുണ്ട്, പ്രൊട്ടക്ഷൻ വചനത്തിലുണ്ട്. പക്ഷേ പ്രൊട്ടക്ഷന് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്, പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയല്ല നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്. എന്റെ അപ്പന്റെ സ്വത്തല്ല എനിക്കുള്ളത്. ഞാൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എന്റെ അപ്പന്റെ സ്വത്ത് എനിക്കുള്ളത്, അത് ആർക്കും കൊടുക്കത്തില്ല. പക്ഷേ എന്റെ സ്വത്തിന് വേണ്ടി ഞാൻ എന്റെ അപ്പനെ സ്നേഹിച്ചാൽ അത് തെറ്റാണ്. സ്വത്തിന് വേണ്ടി ഞാൻ എന്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്വത്തിന് വേണ്ടി ഞാൻ എന്റെ അപ്പനെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ that's wrong. പക്ഷെ ഇന്ന് ദൈവസഭകൾ ശുശ്രൂഷയിൽ യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് ചെറുതായി മാറിപ്പോകുന്നത് അറിയാതെ തന്നെ. ചിന്തിക്കുമ്പോൾ രണ്ടും ഒന്നല്ലേ? ദൈവത്തെ നിങ്ങൾക്ക് നന്മ വേണോ? ദൈവത്തിനെ അനുസരിക്കുക. എന്നാ ദൈവത്തെ അനുസരിച്ചാൽ നിനക്ക് നന്മ കിട്ടും. രണ്ടും പറയുമ്പോൾ ഒന്നാണ്, പക്ഷേ അതിന്റെ ആത്മീക യാഥാർത്ഥ്യ സത്യങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ടും രണ്ടാണ്. അമ്മ നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നെഹമ്യാവിന് ദൈവം ഒരു ദർശനം കൊടുത്തു, റീബിൽഡ് ദ ബ്രോക്കൺ വാൾസ്. അതിന് നെഹമ്യാവ് ശുശ്രൂഷയിലേക്ക് പ്രവർത്തനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് അവൻ എടുത്ത ചില പ്രിക്കോഷൻസ് ആണ് നാം ഇവിടെ വായിച്ചത്. He sat before God. He wept, he mourned, he confessed his sins, he fasted, he prayed. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നെഹമ്യാവ് ആ ഇടിഞ്ഞു കിടക്കുന്ന ആ മതിലിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് നെഹമ്യാവ് ചില റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു. നെഹമ്യാവ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോഴും ആ വാക്യത്തിന് അതിനും ഒരു പ്രത്യേകതയുണ്ട്. നെഹമ്യാവ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത് അതിന്റെ 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നു. I put my brother Hanani and Hananiah, the governor of the fortress, in charge of Jerusalem, for he was faithful man and feared God above me. അപ്പൊ നെഹമ്യാവ് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത മിഷനോട് കൂടി തന്നോട് കൂടെ ചേർത്ത് നിർത്തിയ ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന്,
ദൈവഭയമുള്ളവരായിരുന്നു. 2, അവര് വിശ്വസ്തരായി. അങ്ങനെ കുറെ ആളുകളെയൊക്കെ കൂട്ടി നെഹമ്യാവ് മതില് പണി ആരംഭിക്കുകയാണ്. നെഹമ്യാവ് പറയുന്നുണ്ട്, വാച്ച് അഗെയിൻസ്റ്റ് ദ എനിമി. എപ്പോഴൊക്കെ നോക്കണം? പകലുള്ള നേരത്ത് മാത്രം എനിമിയെ വാച്ച് ചെയ്താൽ മതിയോ? നോ, ഡേ ആൻഡ് നൈറ്റ് വാച്ച് ദ എനിമി. എനിമിയെ നോക്കി ഭയപ്പെടാനല്ല പറയുന്നത്, എനിമിയെ നോക്കി പേടിക്കാനല്ല പറയുന്നത്, പക്ഷെ ബി വാച്ച്ഫുൾ ഓഫ് ദ എനിമി. നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാത്തവരല്ലോ. വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാത്തവരല്ലോ. രാവും പകലും അപവാദി നമുക്കെതിരെ എന്തുവാ? എങ്ങനെയെങ്കിലും ഒരു അപവാദം ഉണ്ടാക്കുവാൻ ശത്രു എങ്ങനെ നമ്മളെ വീഴ്ത്താം, എങ്ങനെ നമ്മുടെ ശുശ്രൂഷ, എങ്ങനെ നമ്മുടെ മിഷൻ, എങ്ങനെ നമ്മുടെ വിഷനെ തകർക്കാം എന്ന് ശത്രു നോക്കുമ്പോൾ ആമേൻ, നെഹമ്യാവ് പറയുകയാണ്, ബി വാച്ച്ഫുൾ ഓഫ് യുവർ എനിമീസ്. എന്നിട്ട് പറയുക, നെഹമ്യാവ് അത് ചെയ്യുമ്പോൾ തന്നെ നെഹമ്യാവ് പറയുന്നുണ്ട്, പ്രത്യേകം അതിന്റെ എൻട്രൻസിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഗേറ്റ്സിന് വേണ്ടി സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആമേൻ മതിൽ പണിയുമ്പോൾ. കാരണം എന്താ? സിറ്റി ഗേറ്റ്സ് ആണ് ശത്രുവിന് ഏറ്റവും കൂടുതൽ അകത്തേക്ക് കടക്കാൻ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് സിറ്റിയുടെ ഗേറ്റ്സ് ആണ്. അപ്പോൾ നെഹമ്യാവ് ഈ മതിൽ പണിയുന്ന ഇൻസ്ട്രക്ഷനിൽ നെഹമ്യാവ് പറയുകയാണ്, സിറ്റി ഗേറ്റ്സ് പണിയുമ്പോൾ ഒരു പ്രത്യേക എംഫസിസ് അതിനുണ്ട്. എന്തുവാ? നമ്മുടെ ജീവിതത്തിലെ സിറ്റി ഗേറ്റ്സ്, നമ്മുടെ സെൻസ് ഓർഗൻസ്. ഈ ദിവസങ്ങളിൽ ഒരു ശുശ്രൂഷ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അന്ത്യകാല ശുശ്രൂഷയിൽ ദൈവസഭയെ, തലമുറകളെ, ദേശത്തെ ദൈവത്തിനു വേണ്ടി വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, ശത്രുവിനെ സംബന്ധിച്ച് ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സമ്പല്യത്തും തോബിയാവും ഒക്കെ ഈ നെഹമ്യാവിനെതിരെ എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താ? ഇവൻ ഇവിടെ ഒരു ഈ മതിലൊക്കെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവർക്കൊരു വെല്ലുവിളിയാകും, അവന്റെ കിങ്ഡത്തിനൊരു വെല്ലുവിളിയാകും. അതേപോലെ ദൈവസഭയും ദൈവമക്കളും ഈ അന്ത്യകാല ശുശ്രൂഷയിൽ ഒരുങ്ങി വരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശത്രു തന്റെ മുഴുവലത്തോടും പോരാടുകയാണ്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയെങ്കിലും തെറ്റിച്ച് കളയുവാൻ അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ബി കെയർഫുൾ അബൌട്ട് ദ സിറ്റി ഗേറ്റ്സ്. എന്താ സിറ്റി ഗേറ്റ്സ്? നമ്മുടെ ജീവിതത്തിലേക്ക് സിറ്റി ഗേറ്റ്സ് നോക്കിയാൽ നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മുടെ കണ്ണാകാം. ഒരു നോട്ടമാണോ നമ്മെ തെറ്റിക്കുന്നത്? ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഒരു വാക്കാണോ നമ്മളെ തെറ്റിക്കുന്നത്? ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഒരു സ്പർശനമാണോ നമ്മെ തെറ്റിക്കുന്നത്? ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. എന്തെങ്കിലും ഒരു അഡിക്ഷൻസ് ആണോ നമ്മളെ തെറ്റിക്കുന്നത്? ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ബിക്കോസ് enemy is looking for an open door where he can create a foothold in our lives. ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ, ആ വിടവിലൂടെ കടന്നു കയറി നിന്റെ ശുശ്രൂഷയെയും നിന്റെ മിഷനെയും നിന്റെ വിഷനെയും തകർത്ത് കളയുവാൻ ശത്രു ഒരു അവസരം നോക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ബി വാച്ച്ഫുൾ ഡേ ആൻഡ് നൈറ്റ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിടവുകൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? Is there any loopholes that we have opened before the Satan where he can come and enter into our lives, where he can keep a hold on us, where he can destroy our vision, where he can destroy our mission? ഉണ്ടെങ്കിൽ rebuild your broken walls. ഇന്ന് പകൽക്കാലം ദൈവത്തിന് അത് മാത്രമേ പറയാനുള്ളൂ. Rebuild your broken walls. എനിമിക്ക് എന്താ ആവശ്യം? എന്നും നമ്മുടെ മതിലുകളൊക്കെ തകർന്നു കിടക്കണം. എനിമി എന്താ ആഗ്രഹിക്കുന്നത്? എന്നും തനിക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മളുടെ വ്യവഹരിക്കാനുള്ള വഴികൾ ഉണ്ടാകണം. പക്ഷേ നാം എന്താ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്? Rebuild our city walls, the broken walls. ഈ നെഹമ്യാവ് മിനിസ്ട്രി തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, സൻബല്ലത്തും തോബിയാവും ഒക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. നമുക്കറിയാം, 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നു,
ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ തോബിയാവും എന്ന ദാസനും ഇസ്രായേൽ മക്കളുടെ ഗുണത്തിനായി ഒരുത്തൻ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് അത് വലിയ അനിഷ്ടമായി തോന്നി. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. അവൻ അത്യന്തം ക്രുദ്ധനായി യഹൂദന്മാരെ പരിഹസിച്ചു. 7-ാം വാക്യത്തിൽ നാം കാണുന്നു, യെരൂശലേമിന്റെ മതിൽ നന്നാക്കി വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും ആരോപ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് അത്യന്തം കോപമുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ദിവസങ്ങളിൽ നാം ശക്തി പ്രാപിക്കുമ്പോൾ, ദൈവജനം ശക്തി പ്രാപിക്കുമ്പോൾ, ദൈവസഭ ശക്തി പ്രാപിക്കുമ്പോൾ, രാജ്യം ശക്തി പ്രാപിക്കുമ്പോൾ, കുടുംബങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദേശവും അതിന്റെ ശക്തികളും അന്ധകാരങ്ങളും പൈശാചിക മണ്ഡലങ്ങളും ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ തലമുറകളുടെ മേൽ, എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, എങ്ങനെയെങ്കിലും നമ്മുടെ സഭകളുടെ മേൽ ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ ശത്രു നോക്കുമ്പോൾ, അവൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് പറയുകയാണ്, റീബിൽഡ് യുവർ ബ്രോക്കൺ വാൾസ്. എങ്ങനെ? പ്രാർത്ഥനയിൽ. അതിനുവേണ്ടി ശത്രു പല വഴികളും നോക്കി ഇവരുടെ പണിയെ തടസ്സപ്പെടുത്താൻ. അങ്ങനെയല്ലേ? എല്ലാ ന്യൂ ഇയറിനും നമ്മൾ പല റെസൊല്യൂഷൻസ് എടുക്കും. ഈ വർഷം ഞാൻ പലതും ചെയ്യും. പക്ഷേ enemy will do his work to destroy our new decisions that we have made. ഇവിടെയും അത് തന്നെയാ സംഭവിക്കുന്നത്. enemy ചില ടാക്ടിക്സ് എടുത്തു. എന്താ ടാക്ടിക്സ്? ഒന്ന്, പരിഹാസം. അവരെ നോക്കി പരിഹസിക്കാൻ തുടങ്ങി. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോ ശത്രു അവര് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയെങ്കിലും ഈ അതിന്റെ പണി ഒന്ന് തീർക്കണമെന്ന് വെച്ച് എല്ലാവരും ഒന്ന് കടന്ന് വീണ് പരിശ്രമിക്കുക. അപ്പൊ ശത്രു അവരെ നോക്കിയിട്ട് പറയൂ, അപ്പുറത്ത് നിന്നിട്ട്, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. താഴേക്ക് വായിക്കുമ്പോഴാണ് രസകരമായ ഭാഗ്യങ്ങൾ. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവരെ കൊണ്ടൊക്കെ വല്ലോ നടക്കുമോ? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവൻ കല്ല് ജീവിപ്പിക്കുമോ എന്ന് ജനങ്ങളുടെ മധ്യത്തിൽ അവരെ പരിഹസിച്ചു. ഇത് തന്നെയല്ലേ നമ്മളും ചില ശുശ്രൂഷയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നാമം മുന്നോട്ട് വരുമ്പോൾ, ഒരു മിഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ശത്രു അപ്പുറത്ത് നിന്ന് മാറി ചിന്തിക്കും, ജസ്റ്റിനോ അത് നടക്കത്തില്ല, നിന്നെ കൊണ്ടോ അത് സാധിക്കത്തില്ല, നീ വീഴും, നീ കല്ലെടുത്ത് വെച്ചാൽ അത് നിൽക്കത്തില്ല, അത് വീണുപോകും, നീ പരാജിതനാകും. പരിഹാസങ്ങൾ നമ്മുടെ മേലിലേക്ക് ഇട്ടുകടന്ന്. രണ്ടാമത് നമ്മൾ അതിൽ കാണുന്നുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ശത്രു കടന്നു വന്നിട്ട്. അവരെ തകർത്ത് കളയാൻ, അവരിൽ ഒരു കലക്കം ഉണ്ടാക്കുവാൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു. And all of them, that means enemy, conspired together to come and attack Jerusalem and create a confusion. അപ്പൊ ഒന്ന്, പരിഹസിച്ചാൽ അവരുടെ പണി നിന്നു പോകുമെന്നറിയാം, കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ നിന്നു പോകുമെന്നറിയാം, ഭയം കൊണ്ടുവന്നാൽ നിന്നു പോകുമെന്നറിയാം. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇങ്ങനെ പലവിധമായ വഴികൾ ശത്രുവായവൻ നമ്മുടെ തീരുമാനങ്ങൾക്കെതിരെ എടുക്കുവാൻ. നമ്മുടെ സഭ വളരുമോ? ദേശം വിടിവിക്കപ്പെടുമോ? ദൈവം സത്യത്തിൽ എന്നെ വിളിച്ചതാണോ? Is there a real ministry for me? Is really God called me? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്നെ സത്യത്തിൽ വിളിച്ചിട്ടുണ്ടോ? അതോ ഈ ജനത്തിന് മുന്നിൽ എന്നെ പരിഹാസമാക്കി നിർത്താൻ വേണ്ടി, എന്നെ ഒരു മോക്കറിയാക്കാൻ വേണ്ടിയാണോ ദൈവം വിളിച്ചെന്നോ? ഇത് ശത്രു നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു തോട്ട്സ് ആണ്. You are not called by God. You don't have a mission. You don't have a mission. You will become as a fool in front of the people. ഇതൊക്കെ ശത്രുവിന്റെ ചില കെണികളാണ്. But നെഹമ്യാവ് എന്താ ചെയ്യുന്നത്? He fasted and prayed. They stood in unity. They prayed, they watched, they were like really careful for the enemy and the schemes of the enemy. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു
ഒരിക്കൽ കൂടി മടങ്ങി വരാം. സമയം നമ്മുടെ മുൻപിൽ തീരാറായി. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് അല്പസമയം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. Is there any areas that we are still striving to get a victory? Is there any ways that are like, I opened it before the Satan for he can come into our life and keep a foothold? ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, റീബിൽഡ് those broken walls. എങ്ങനെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. വിശുദ്ധിയുടെ വേർപാടിന്റെ ചില മതിലുകൾ ഈ ദിവസങ്ങളിൽ പണിയുവാൻ ദൈവസഭയാകുന്ന നമുക്ക്, വ്യക്തി ജീവിതങ്ങളാകുന്ന നമുക്ക്, കുടുംബങ്ങളാകുന്ന നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. ഇങ്ങനെ നമുക്ക് പറയാം, നമുക്ക് ചുറ്റുമുള്ള അനേക ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ കണ്ടപ്പോൾ നെഹമ്യാവിന് മാത്രമേ ഈ ഒരു വിഷൻ കിട്ടിയുള്ളൂ കേട്ടോ. മറ്റു പലർക്കും they were okay because I am good, my family is good, my finances are really doing good, so I am okay. പക്ഷേ ഒരു വിളിയുള്ളവൻ, if there is a calling for you, this makes you different from all others. കാരണം എന്താണെന്നറിയോ, കോളിംഗ് ഉള്ളവന് ഈ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ കണ്ടിട്ട് I am okay എന്ന് പറയാൻ പറ്റത്തില്ല. കോളിംഗ് ഉള്ളവൻ അത് നന്നാക്കിയിട്ടേ അവൻ തിരിച്ചു പോകത്തുള്ളൂ. നന്നാക്കണമെങ്കിൽ അവൻ അറിയാം, ഇത് എന്റെ ശക്തി കൊണ്ട് എനിക്ക് നേടാൻ പറ്റത്തില്ല. Not by my strength I will be able to rebuild this broken walls, but I need you. ആത്മാവുള്ളവനെ ആത്മാവിന്റെ ഞെരുക്കം അറിയത്തുള്ളൂ. ദൈവശക്തി ഉള്ളിലുള്ളവനെ ജനങ്ങളുടെ വീഴ്ച കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ആത്മാവുള്ളവന് കഴിയത്തില്ല. കാരണം അവന്റെ ഉള്ളിലെ ആത്മാവുള്ളിൽ വിഷാദിച്ച് ഞരങ്ങും. നമുക്കറിയാം, ചേച്ചിയെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇവിടുത്തെ യൂത്ത്സ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് വഴി തെറ്റിപ്പോയാൽ ചേച്ചിക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചേച്ചിയുടെ ഉള്ളിലെ ആത്മാവ് ഞരങ്ങും. Because she have a call for the youth. ഈ ദേശത്ത് ഒരു പ്രശ്നമുണ്ടായാൽ പാസ്റ്റർക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. Because he is called for the city. രോഗികളായി ആരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് സന്ദർശിക്കാതിരിക്കാൻ വിൽസനങ്ങളിലും കുടുംബത്തിനും കഴിയത്തില്ല. Because they are called, they have received a mission for them. തന്റെ സുഹൃത്തുക്കൾ വഴിതെറ്റി പോകുന്നത് കണ്ട് ഭവനയിലേക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. Because she is called to minister to their lives. ആത്മാവുള്ളവന് ആത്മഞെരുക്കം ഉണ്ടാകുമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഒരു ദൈവവിളി ദൈവം നമുക്ക് തന്നിട്ടില്ലേ? Are we faithful? ഞാനും എന്റെ കുടുംബവും ഒക്കെ എന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കാമെന്നാണോ? അല്ല. ഈ അന്ത്യനാളുകളിൽ ശത്രുതന്റെ മുഴുവനത്തോടും പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തി ജീവിതങ്ങളാകുന്ന നമുക്ക്, സഭയാകുന്ന നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. Rebuild the broken walls. ആത്മനിരക്കമുള്ളവൻ ആത്മാവിനെ തേടി പോകും. ആത്മനിരക്കമുള്ളവനെ ആത്മാവിനെ തേടാൻ കഴിയത്തുള്ളൂ. ഇതെല്ലാം ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച കാര്യങ്ങളാട്ടോ. How we spend our weekends. അത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. ഇന്നലെ രാവിലെ ഞാൻ വിൽസനങ്ങളെ വിളിച്ചു, അങ്കിൾ ഇവാഞ്ചലിസത്തിന് പോയിരിക്കുക. Because he have a call. വീക്കെൻഡ് ചുമ്മാ കളയാൻ പറ്റത്തില്ല. ഞാൻ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ ഒരു ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുക, ചുമ്മാ കളയാൻ പറ്റത്തില്ല. ഞാൻ ചേച്ചിയെ നോക്കി, തനിക്ക് കിട്ടിയ വീക്കെൻഡ് ചേച്ചിക്ക് ചുമ്മാ കളയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളോടൊപ്പം ഭവീന, അച്ചായൻ. ആത്മാവുള്ളവന് ആത്മാക്കളെ തേടി പോകും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഈ ദേശം മുഴുവൻ നന്നാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മിഷനോട് ചേർന്ന് നിൽക്കാൻ ദൈവം തക്കതായ വ്യക്തികളെ തക്ക സമയത്ത് നമ്മുടെ വിഷനോടും കൂടെ നിൽക്കാൻ ദൈവം കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ചർച്ചിനെ തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള വിഷൻ. നെഹമ്യാവ് എങ്ങനെ ചെയ്തേ? അവരവരുടെ ഓരോരുത്തർക്കും ഒരു ഏരിയ കൊടുത്തിട്ട്, അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ആ ദേശത്ത് അവർക്ക് കൊടുത്ത ഏരിയയില് അവരവരുടെ ബിൽഡിംഗ്, അവരുടെ മതിൽ അവർ പണിതു. എന്തിനായിരിക്കും ഇത്രയും വലിയ ലിസ്റ്റ് ബൈബിളിൽ കൊടുക്കാൻ കാരണം? ദൈവവേലയിൽ ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത്, അത് 1 ആകട്ടെ 2 ആകട്ടെ 3 ആകട്ടെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ
ലിസ്റ്റിന്റെ പ്രത്യേകത. ആമേൻ. അവൻ എല്ലാവരും അഭിഷക്തന്മാരും എല്ലാവരും വലിയ പ്രവാചകന്മാരും ഒന്നും അല്ലായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം അവർ വിശ്വസ്തയോടെ ചെയ്തു. നമ്മുടെ സഭയെ തന്നെ നോക്കിയേ, ഓരോ കുടുംബങ്ങളെ നോക്കിയേ. രോഗികളോടുള്ള ശുശ്രൂഷയിൽ വിൽസനങ്ങളും കുടുംബവും വിശ്വസ്തരായാൽ ദേശത്തെ രോഗികളുടെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകും. യൗവനക്കാരോടുള്ള ശുശ്രൂഷയിൽ അവൻ ചേച്ചിയും കുടുംബവും വിശ്വസ്തരായാൽ ഈ ദേശത്തിലെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കുന്നത് കാണും. ദേശത്തോട് വിശ്വസ്തത ദൈവദാസൻ കാണിച്ചാൽ ഈ ദേശം ദൈവസന്നിധിയിൽ വിടുവിക്കപ്പെടുന്നത് നാം കാണും. ആമേൻ. ജയ്സനങ്ങളും കുടുംബവും അവർക്ക് ദൈവം കൊടുത്ത താലന്തിൽ വിശ്വസ്തരായാൽ അവരുടെ ശുശ്രൂഷയിലൂടെ അനേകം രക്ഷ പ്രാപിക്കുന്നത് നമ്മളും ദൈവസഭയിൽ കാണും. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്തുമാകട്ടെ, മേഖലകൾ എന്തുമാകട്ടെ, ആ മേഖലയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസ്തരാകാം. Let us build together and construct the wall, the broken walls in our life, in our city, in our family and in our country. Praise God. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാണ് നാം ഇന്ന് പകൽക്കാലം കേട്ടത്. ദൈവമാണ് ദൈവസഭയോട് സംസാരിക്കുന്നത്. ദൈവത്തിന് മനുഷ്യരിൽ പ്രായമോ ഒന്നും ഒരു വ്യത്യാസമില്ല. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് ലഭിക്കേണ്ടുന്ന ദൂത് ദൈവസഭ ഇന്ന് പകൽക്കാലം കേട്ടു. അവയിൽ നമ്മളെ കൂടി സംസാരിച്ച ദൈവവചനവും ജസ്റ്റിൻ സംസാരിച്ച ദൈവവചനവും എല്ലാം ഒരേ ആശയങ്ങളാണ് നമ്മെ അറിയിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഫ്ലഷിനോടും സ്പിരിറ്റിനോടും ഉള്ള ബാറ്റിൽ, ബ്രോക്കൺ വാൾ, നമ്മുടെ ജീവിതത്തിലെ ബ്രോക്കൺ വാൾ എന്ന് കാണിക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധിയെ തകർക്കുന്ന ജീവിതത്തിലെ പോരാട്ടങ്ങൾ, അതെന്തു തന്നെയായിരുന്നാലും അവയെ ഓവർകം ചെയ്ത് ജീവിക്കുവാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നത്. നാം ഈ പ്രാർത്ഥനയിൽ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരു ഗാനത്തിന്റെ ചിലാടികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് നമ്മുടെ സഭ അവസാനിപ്പിക്കും. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ
അഭിഷേകം ചെയ്തിടണേ ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. Hallelujah, hallelujah, hallelujah. Praise the name of Jesus. Hallelujah. We thank you, Jesus. We thank you, Lord. Hallelujah, hallelujah. We are chanting practice. Praise you, God. Hallelujah. Thank you, Jesus. Glorify your name. Praise the name of Jesus. Praise you. Hallelujah, hallelujah. Blessed be the name of Jesus. Yes, Lord. Praise you, Jesus. Amen. Hallelujah. Praise you, Jesus. സമാധാനം കൊടുക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന ഈ സർവീശ്വരത്താലും നാമം തന്നെയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവായേ. മനസ്സലിയുടയ മഹോന്നതപരനേ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നതപരനേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജെയ്സൺ